നമസ്കാരം. വെറും 5 മിനിറ്റ് കൊണ്ട് ഒരു അടിപൊളി പിസ്സ ഉണ്ടാകും. ആഴ്ചയിൽ പിസ്സ വേണമെന്ന് വഴക്കിടുന്ന പിള്ളേരെയൊക്കെ പറ്റിക്കാൻ ബെസ്റ്റ് സാധനമാണ്. എന്നാൽ ഒറിജിനൽ പിസ്സ വെല്ലുന്ന ടേസ്റ്റ്. വീഡിയോയിലേക്ക് പോയാലോ? വാ. മൾട്ടിഗ്രെയിൻ വീറ്റ് ബ്രെഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ട്രയാങ്കുലർ ഷേപ്പ് ആയിട്ടുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു സവാള എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഒരു ക്യാപ്സിക്കം ഇതേപോലെ തന്നെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാം. ഇനി ഒരു ടൊമാറ്റോ എടുത്തിട്ട് അത് റൗണ്ട് ഷേപ്പ് പീസുകളായിട്ട് മുറിച്ചെടുക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് ഒരു 3 മുട്ട അതിലേക്ക് ഉടച്ചൊഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഞാനൊരു ഇരുമ്പിൻ്റെ തവയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഈ മുട്ട റൗണ്ട് ഷേപ്പിൽ ഓംലെറ്റ് അടിക്കും പോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡ് സ്ലൈസസ് വെച്ചു കൊടുക്കാം. അടിവശം നന്നായി വെന്തതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കാം. പിസ്സ സോസ് ഇല്ലെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസും ചില്ലി സോസും കൂടെ മിക്സ് ചെയ്തിട്ട് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ സ്ലൈസസ്, ഓനിയൻ, ക്യാപ്സിക്കം ഇതെല്ലാം നമുക്ക് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി 2 ചീസ് സ്ലൈസസ് എടുത്തിട്ട് അത് ചെറിയ ചെറിയ പീസുകളാക്കി അതും ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ചുകൂടെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെക്കാം. കുറച്ചുകൂടെ ഫ്ലേവർഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ ഒറിഗാനോയോ ചില്ലി ഫ്ലേക്സോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. 3 മിനിറ്റിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. 5 മിനിറ്റ് കൊണ്ട് നല്ല അടിപൊളി പിസ്സ റെഡി. ഇത് കുറച്ചുകൂടെ റിച്ച് ആക്കണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ക്യൂബ്സോ അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ.